ഇന്നൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 12,000 ബിസ്മിയെക്കുറിച്ച് കേൾക്കാത്ത ഒരാളും ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത്. 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്ന ആ അമൽ ചെയ്തിട്ട് നമ്മുടെ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹത്തിന് ഉദ്ദേശിച്ച ജോലി തന്നെ ഒരിക്കലും കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ചിടത്ത് നിന്ന് കിട്ടിയ അനുഭവം കഴിഞ്ഞ ദിവസം അവർ നമ്മെ അറിയിക്കുകയുണ്ടായി. ഇത് ഈയൊരു ചെറുപ്പക്കാരൻ്റെ മാത്രം അനുഭവമല്ല. ഇത് കേൾക്കുന്ന എത്രയോ ആളുകൾ ചൊല്ലിയിട്ട് അവർക്കൊക്കെ റിസൾട്ട് ലഭിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ 12,000 ബിസ്മിയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി മാത്രം, അതിൻ്റെ എൻക്വയറീസിന്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഒരു ദിവസം തന്നെ 100 കണക്കിന് മെസ്സേജുകൾ വരുന്നുണ്ട്. 12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ആയിരങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ ആ ചെയ്ത വീഡിയോ കണ്ടു, 10,000 ചെയ്തു, ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചു. എന്തുകൊണ്ടാണെന്നറിയോ ഇതിന് ഇത്രയും പെട്ടെന്ന് റിസൾട്ട് ലഭിക്കാനുള്ള കാരണം? ആ ഒരു വാക്യത്തിൻ്റെ പവിത്രത തന്നെയാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ട് പൂർവ്വകാല അമ്പിയാക്കളൊക്കെ അതുകൊണ്ടാണ് വിജയിച്ചത്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഒരു അമല് കൂടെയാണ് 12,000 ബിസ്മിയുടെ അമല്. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടൊക്കെ ചോദിക്കുന്നത്, ഇത് കേൾക്കാത്ത ആരും ഇല്ലല്ലോ, നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചെയ്തവരായിരിക്കും. ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും നിങ്ങൾ. ഒന്നുകിൽ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാകും. ഒന്ന് എഴുതി അറിയിക്കണേ. ചെയ്തവരുണ്ട്, കേട്ടവരുണ്ട്, ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവങ്ങൾ പറയുന്നൊരു അമല് കൂടെയാണിത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഉണർത്തേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നോമ്പുതുറയിലേക്ക്, നമുക്കൊക്കെ അറിയാം, നോമ്പുതുറ എന്ന് പറയുന്നത് പരിശുദ്ധമായ റമളാൻ ഷരീഫിലെ വളരെ പവിത്രമേറിയ ഒരു കർമ്മമാണ്. ഒരാൾക്ക് റമളാൻ ലഭിക്കുക എന്നുള്ളത് തന്നെ അത്രമേൽ തൗഫീഖ് ലഭിച്ചവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ റമളാനിലുണ്ടായിരുന്ന എത്ര ആളുകളാണ് ഇപ്പോൾ ഉള്ളത്? എൻ്റെ കൂട്ടുകാരിൽ തന്നെ പലരും വിട പറഞ്ഞു പോയി. എന്നോട് പരിചയമുള്ള പലരും വിട പറഞ്ഞു പോയി. ഇതുപോലെ നിങ്ങൾക്കും പറയാനുണ്ടാകും. നിങ്ങളുടെ അയൽവാസികൾ, കൂട്ടുകാർ, ഇവരൊക്കെ പലരും മൺമറഞ്ഞു പോയി. അവർക്കൊന്നും ഈ റമളാനിലേക്ക് ആയുസ്സിന് അള്ളാഹു നീട്ടി നൽകിയില്ല. അപ്പോഴാണ് ഒരു റജബ് കഴിഞ്ഞ് ഒരു ഷഅബാനിലേക്കൊക്കെ നമുക്ക് അള്ളാഹു ആയുസ്സിനെ നീട്ടി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കിട്ടിയത് നമ്മളൊന്നും നഷ്ടപ്പെടുത്തരുത്. കൃത്യമായി ഉപയോഗപ്പെടുത്തുക. റബ്ബിൻ്റെ തൃപ്തിയിൽ സമയം ചെലവഴിക്കുക. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ സമയത്തെ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത്, നോമ്പ് തുറയിലേക്ക് ഇതിൽ കാണിച്ചതുപോലെ തന്നെ ഒരു 1000 രൂപ നൽകിയിട്ട് 10 പേരുടേതോ 20 പേരുടേത് 2000 രൂപ നൽകിയിട്ട് കഴിയുന്നവരൊക്കെ ഒരു 50 പേരുടെ നോമ്പ് തുറ ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ ഒന്നറിയിച്ചാൽ വലിയ സന്തോഷമാകും. ദുനിയാവിലും ആഖിറത്തിലൊക്കെ വലിയ രക്ഷ കിട്ടാൻ കാരണം നല്ല നീയത്തോടു കൂടെ ചെയ്താൽ മതി. രോഗങ്ങൾ മാറണമെന്നോ കടങ്ങൾ വീടണമെന്നോ അങ്ങനെ കരുതിയിട്ട് നമ്മളെപ്പോഴും ദുആ ചെയ്യും. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടെയുള്ള അതിവിശിഷ്ടമായ രാത്രികൾ കടന്നു വരുന്നുണ്ട്. ആ മജ്ലിസുകളിലൊക്കെ എപ്പോഴും ദുആ കിട്ടാൻ അതൊരു കാരണമാകുകയും ചെയ്യും. ഒരു ചീള് കാരക്ക കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുവിൻ. നമുക്ക് ഈ ലോകത്തും പരലോകത്തും രക്ഷ കിട്ടാൻ അത് കാരണമാകും. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ പേരിലൊക്കെ പ്രത്യേകം നീയത്താക്കിയാൽ അതവരുടെ പാരത്രിക ലോക ഗുണത്തിന് വലിയ കാരണമാകും. ഉപ്പ മരണപ്പെട്ടവർ, ഉമ്മ മരണപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്ന മക്കളുടെ രക്ഷിതാക്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മലപ്പുറം ജില്ലയിലാണ്. ഗൃഹാന്തരീക്ഷത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ ദീനി ചിട്ടയിൽ വളർത്താൻ ഇൻഷാ അല്ലാഹ് അതൊരു കാരണമാകും. അള്ളാഹു ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. 12,000 ബിസ്മിയുടെ അമലിനെക്കുറിച്ച് പറയുമ്പോൾ
നമുക്കൊക്കെ അറിയാം. ഒരുപാട് ആളുകൾ അത് കണ്ടു, എത്രയോ ആളുകൾ അമലുകൾ ചെയ്തു, അവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് ലഭിച്ചു എന്നുള്ളതാണ്. അതെന്താണെന്ന് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബിസ്മിക്ക് അത്രമേൽ പവിത്രതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ബിസ്മി അതിൽ 19 അക്ഷരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ബിസ്മി ഒരു തവണ ചൊല്ലിയാൽ നരകത്തെ കാക്കുന്ന 19 മലക്കുകളുടെ പ്രതീകമാണത് ഓരോന്നും. അതുകൊണ്ട് തന്നെ പ്രത്യേക കാവൽ ലഭിക്കും എന്നുള്ളതാണ്. അതേപോലെ ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകൾ കാണാവുന്നതാണ്. ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്, ആരെങ്കിലും മുഹറം മാസം 1-ാം തീയതി, ഇത് പലപ്പോഴും പലരും നമ്മളെ കൂട്ടത്തിലൊക്കെ പലരും ചെയ്തതാണ്, ഞാൻ ബിസ്മിയുടെ ഒരു മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആരെങ്കിലും ഒരു 113 തവണ എഴുതി വെക്കുകയാണെങ്കിൽ അയാൾക്ക് ആ വർഷം ഒരു വിഷമവും ഉണ്ടാവില്ല. മുഹറം തുടക്കത്തിലാണല്ലോ ചെയ്യുന്നത്. അനുസരിച്ച് നമ്മളൊക്കെ കഴിഞ്ഞ വർഷം അത് എഴുതി വെച്ചു, നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് 12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് നമ്മളിങ്ങനെ ചൊല്ലിയാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ബിസ്മിയുടെ അക്ഷരസംഖ്യ. നേരത്തെ പറഞ്ഞ ബിസ്മിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല. ബിസ്മിയുടെ അക്ഷരസംഖ്യ എന്ന് വെച്ചാൽ ബിസ്മിയിലെ ബാഇനൊരു സംഖ്യ ഉണ്ട്, ആബ് 2, പിന്നെ സീനിനൊരു സംഖ്യ ഉണ്ട്, അത് രണ്ടും കൂട്ടുക. അങ്ങനെ കൂട്ടി കിട്ടുന്നതാണ് 786 എന്നുള്ളത്. ആ 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 7 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലി അള്ളാഹുവിനോട് അവൻ ചോദിക്കുന്ന ഹലാലായ ഏതു നീയത്തുകളും പൂർത്തീകരിക്കപ്പെടും. 12,000 ബിസ്മിയുടെ അമല് പോലെ തന്നെയുള്ളൊരു അമലാണത്. 7 ദിവസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 തവണ ചൊല്ലിയിട്ട് അവൻ ചോദിക്കുന്ന നീയത്തുകൾ ഹലാലായത് മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് കിട്ടാൻ ആ ഒരു അമല് മതിയാകുന്നതാണ്, അത് കാരണമാകുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ചെയ്യുക. നമ്മളെപ്പോഴും പല വാതിലുകളും മുട്ടി നോക്കും, അതൊന്നും തുറന്നു കിട്ടുന്നില്ല. അത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു അമല് ചെയ്താൽ നമുക്ക് റിസൾട്ട് ലഭിക്കാൻ അത് കാരണമാകുന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 786 തവണ ചൊല്ലാനുള്ളൊരു കാരണം നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്പിയാക്കളും ബിസ്മിയുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെട്ടതേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഞാനത് പറയാം. ഇനി 12,000 ബിസ്മിയുടെ അമൽ എങ്ങനെ ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാതെ എങ്ങനെ ചെയ്യാമെന്ന്. ഒരു വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒക്കെ ചൊല്ലാൻ തുടങ്ങുക, അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. അങ്ങനെ തന്നെ തുടങ്ങണമെന്നില്ല, ഏത് സമയത്തും നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ 12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ അതിന് ചെയ്യേണ്ടത്? ആദ്യം വേണമെങ്കിൽ ഒരു 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാം. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ദിക്ർ 100 തവണ ചൊല്ലുക. സ്വലാത്തൊരു 100 തവണ അല്ലെങ്കിൽ 300 തവണ ചൊല്ലുക. എന്നിട്ട് നമ്മൾ 12,000 ബിസ്മിയുടെ അമൽ ചെയ്യാൻ വേണ്ടി നിൽക്കുക. നമ്മളീ പറഞ്ഞ ഇസ്തിഗ്ഫാറും തഹ്ലീലും സ്വലാത്തൊക്കെ ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ അത് കൂടുതൽ ഫലം ചെയ്യും. കാരണം നമ്മൾ ഹാജത്തിൻ്റെ നിസ്കാരമാണല്ലോ നിസ്കരിക്കുന്നത്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ നല്ല ഫലം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കാം. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ ഇസ്തിഗ്ഫാർ, തഹ്ലീൽ, സ്വലാത്ത്, അതിന് 3-നൊരു പ്രാധാന്യമുണ്ട്. ഇസ്തിഗ്ഫാർ നമ്മൾ ദുനിയാവിൽ ജീവിക്കല്ലേ, എത്രയോ വലിയ പാപങ്ങൾ ദോഷങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒന്നും പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. തഹ്ലീൽ എന്തിനാണ് ചൊല്ലുന്നത്? അള്ളാഹുവിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനും കലിമത്തു തൗഹീദിൻ്റെ പദാണത്. പിന്നെ നമ്മൾ സ്വലാത്താണ് ദുആക്ക് ഇജാബത്തിൻ്റെ കാരണം. നമ്മൾ 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാണ്. ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലാം. അതേത് സ്വലാത്തും ചൊല്ലാം. അപ്പോൾ നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി എന്ന് പറയുന്നത് ചൊല്ലാം. ഇനി സ്വലാത്തുകളിൽ വെച്ച് ശ്രേഷ്ഠമായ സ്വലാത്ത് എന്ന് പറയപ്പെടുന്നത് സ്വലാത്തുൽ ഇബ്രാഹിമിയയാണ്. അത് ചൊല്ലിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ചൊല്ലിയതായി അല്ലേ. ഏതോ സ്വലാത്തും ചൊല്ലാം. അതേപോലെ തന്നെ കടം വീടാനുള്ളൊരു സ്വലാത്തുണ്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞു തന്ന സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വലാത്ത് അല്ലേ. ആ സ്വലാത്ത് വേണമെങ്കിൽ ചൊല്ലാം. ഇങ്ങനെ ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം. അപ്പോൾ 1000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി 1000 കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ സ്വലാത്ത് ചൊല്ലിയിട്ട് ആവശ്യം അള്ളാഹിനോട് പറയാം. രണ്ടാമത് വീണ്ടും 1000 തുടങ്ങാം. എന്നിട്ട് സ്വലാത്ത് ചൊല്ലാം, ആവശ്യം അള്ളാഹിനോട് പറയാം. മൂന്നാമത് വീണ്ടും 1000 തവണ ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം, ആവശ്യം പറയുക. ഇങ്ങനെ
12,000 എന്ന സംഖ്യ പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ചെയ്താൽ ഇലൻഖിളാഇൽ അദദിൽ മദ്കൂർ, ഈ പറയപ്പെട്ട എണ്ണം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ചെയ്താൽ ഖുളിയത്ത് ഹാജത്തുഹു ബി ഇദ്നില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ട് അവൻ്റെ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ചെയ്ത എത്രയോ ആളുകൾക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെട്ടവർക്ക് ജോലി ലഭിച്ച അനുഭവം, മക്കളില്ലാത്തവർക്ക് റാഹത്തുണ്ടായ അനുഭവം, എത്രയോ ആളുകൾക്ക് വിദേശത്ത് പോകാൻ കഴിയാതെ പ്രയാസപ്പെട്ടിരുന്നവർ ചെയ്തപ്പോൾ അത്ഭുതം സംഭവിച്ചത്. നല്ല ആത്മാർത്ഥതയോടുകൂടെ ചെയ്തു നോക്കൂ. നമുക്ക് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ റിസൾട്ട് പറയുന്നൊരമലും കൂടെയാണ് ഇത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇത് ഒരു തവണ ചെയ്തവരും ഒന്നും കൂടെ ചെയ്തു നോക്കുക. അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ബിസ്മി ഏതു കാര്യത്തിനും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുന്നത് ആ കാര്യത്തിൽ വലിയ ബറക്കത്തുണ്ടാവാൻ കാരണമാകുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.